അഖിൽമാരാർ അഖിൽ സുപരിചിതനാവുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലൂടെയാണ്. പുള്ളിയുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തോന്നും പുള്ളി ഒരു CPM ഫോബിയ ഉള്ള ആളാണെന്നൊക്കെ. ആ സിബിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ തന്നെ അഖിലിന്റെ ലെവൽ എന്താണെന്ന് മനസ്സിലായതാണ്. മറ്റുള്ളവരെ സഹായിക്കുന്ന പുറത്തു പറയില്ല എന്ന് പറയുകയും ചെയ്യും, അതെല്ലാം എണ്ണയിട്ട് പറയുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഖിലിന്റെ രീതിയിൽ പറയാമല്ലോ, ആ 3 പേരെ ഇയാൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടാവും എന്ന് പറയാമല്ലോ. അല്ലാതെ അത് അവർക്ക് അല്പന്മാരായിട്ടുള്ളവരുടെ അടുത്ത് നിന്ന് ഔദാര്യമായിട്ട് കിട്ടേണ്ട ഒരു കാര്യമല്ലല്ലോ. അതല്ലാതെ വലിയ സെറ്റപ്പ് ഉള്ളവർ, അഖിൽമാരാരെ പോലുള്ളവരോ അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ നേരിട്ട് പോയി ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും. അവർ ചെയ്തോട്ടെ. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അഖിൽമാരാരാണ്. വയനാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് നാട് മുഴുവൻ അങ്ങോട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ സഹായിക്കാമെന്നെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിമർശിച്ചുകൊണ്ട് സഹായിക്കാൻ കാത്തു നിൽക്കുന്നവരെയൊക്കെ പിന്തിരിപ്പിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു വീഡിയോ അഖിൽമാരാര് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാത്രമല്ല, സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളെയും വിമർശിക്കപ്പെടേണ്ട സാഹചര്യത്തിൽ വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതെല്ലാം വേണ്ടത് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. അഖിൽ സുപരിചിതനാവുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലൂടെയാണ്. പല വിവാദപരമായ പരാമർശങ്ങളിലൂടെയൊക്കെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അഖിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത്. ബിഗ് ബോസിൽ മധുവിനെ പറ്റി വിവാദപരമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അഖിൽ തുടങ്ങിയത്. ബിഗ് ബോസിൽ അഖിൽ വിന്നറായപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒരുപാട് രസക്കൂട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ അഖിലിന്റെ കൂടെ ഉണ്ടായിരുന്ന വിഷ്ണു, ഷിജു, ഓപ്പോസിറ്റ് എന്ന് കളിച്ച ശോഭ, അതുപോലെ തന്നെ ജുനൈസ്, ഇവരെല്ലാം ചേർന്നിട്ടാണ് ആ ഒരു ഷോ അത്ര എന്റർടൈൻമെന്റ് ആക്കി മാറ്റിയത്. അത്ര എന്റർടൈനേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഷോയിൽ അഖിലിനെ ഒരു ബെസ്റ്റ് എന്റർടൈനർ എന്ന രീതിയിലാണ് തിരഞ്ഞെടുത്തത്. അല്ലാതെ രാഷ്ട്രീയ നിലപാട് കൊണ്ടൊന്നും അല്ലല്ലോ അഖിൽ വിന്നറായത്. പുറത്തിറങ്ങിയതിനു ശേഷം അഖിൽ പല രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങളും പരാമർശനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. പുള്ളിയുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളതാണ്. അതെല്ലാം പുള്ളിയുടെ ഇഷ്ടം. പുള്ളിയുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തോന്നും പുള്ളി ഒരു CPM ഫോബിയ ഉള്ള ആളാണെന്നൊക്കെ. അഖിലിന് നന്നായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട്. അത് വെച്ചിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അഖിൽ പറയുന്നതെല്ലാം ശരിയാവണമെന്നില്ലല്ലോ. അഖിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പരാമർശനങ്ങളോ വിമർശനങ്ങളോ നടത്തുമ്പോൾ അതിൻ്റെ ഒന്നും പുറകെ പോകാറില്ല. അഖിൽ ബിഗ് ബോസിന്റെ ഫെയിം കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. അല്ലാതെ ഒരു മികച്ച രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലോ മികച്ച ഡയറക്ടർ എന്ന നിലയിലോ അല്ല പ്രേക്ഷകരോട് അടുത്തിട്ടുള്ളത്. ബിഗ് ബോസ് ഷോ ഒക്കെ കഴിഞ്ഞ് 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ബിഗ് ബോസിനെ തള്ളി പറയണതൊക്കെ നമ്മൾ കണ്ടാണ്. ആ സിബിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ തന്നെ അഖിലിന്റെ ലെവൽ എന്താണെന്ന് മനസ്സിലായതാണ്. എന്നിട്ടോ അവനിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. അഖിൽ വന്ന് ലൈവിലൊക്കെ ഇരുന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന പോലെ തോന്നാറുള്ളൂ. ഒരു ടിപ്പിക്കൽ അഖിൽമാരാരുടെ ഉള്ളിലുള്ള ഒരു പരിപാടി എന്താണെന്ന് പറയട്ടെ. ഒരു പ്രീ ഡിഫൈൻഡ് ബോക്സിൽ നിന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരാളാണ് അഖിൽ. ഒരിക്കലും പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ പോലും അതൊന്നും അംഗീകരിച്ചു തരാനുള്ള ഒരു മനസ്സ് പുള്ളിക്കില്ല. കഴിവതും ന്യായീകരിക്കാൻ ശ്രമിക്കുകയും വാക്കുകൾ കൊണ്ട് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും. പിന്നെ പുള്ളിക്ക് ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു സംഘടനയൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് മുഴുവൻ ആൾക്കാരും കൊള്ളില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് കാര്യങ്ങൾ എടുക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു പാർട്ടിയിൽ മുഴുവൻ ആൾക്കാരും നല്ലതാണെന്നോ അതുപോലെ തന്നെ മുഴുവൻ ആൾക്കാരും ചീത്തയാണെന്നോ ഉണ്ടോ? ഇല്ലല്ലോ. അതുമാത്രമല്ല, ഒറ്റ പാർട്ടി മതി അല്ലെങ്കിൽ ഒറ്റ സംഘടന മതി എന്നുള്ള ലോജിക്കൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് അഖിൽ. പുള്ളിയുടെ ഉള്ളിൽ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് വെച്ചേക്കുന്ന ആളാണ്. അതെല്ലാം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഫ്രസ്ട്രേഷൻസ്. പിന്നെ ആളൊരു അല്പനാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മറ്റുള്ളവരെ സഹായിക്കുന്ന പുറത്തു പറയില്ല എന്ന് പറയുകയും ചെയ്യും, അതെല്ലാം എണ്ണയിട്ട് പറയുകയും ചെയ്യും. പിന്നെ നൈസായിട്ടൊരു സ്വയം ഭംഗിയാണ്. അതായത് പുള്ളിയെ പറ്റി പറയാൻ വേറൊരാളുടെ ആവശ്യമില്ല എന്നുള്ളൊരു രീതി. വായിൽ നാക്ക് തന്നെയാണ് പുള്ളിയുടെ ഒരു അഡ്വാൻറ്റേജ്. അതേ നാക്കുകൊണ്ട് തന്നെ ആൾക്കാരെ വെറുപ്പിക്കുകയും ചെയ്യും. നമ്മളെല്ലാവരും ഇതിനെപ്പറ്റിയൊന്നും ഇരുന്ന് പറയുന്ന പുള്ളിനെ ബാധിക്കുന്ന കാര്യമല്ല. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു വിവാദപരമായിട്ടുള്ളൊരു പരാമർശവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. പുള്ളി ഒരു ലൈം ലൈറ്റിൽ നിൽക്കാൻ നോക്കുന്ന ഒരു പരിപാടിയായിട്ട് മാത്രമാണ് എനിക്ക് തോന്നാറുള്ളത്. അതെല്ലാം പുള്ളിയുടെ ഇഷ്ടം, പുള്ളി എന്ത് വേണേലും ചെയ്തോട്ടെ. പക്ഷേ ഇപ്പോൾ വയനാടിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ പറ്റിയൊക്കെ പറഞ്ഞത് ആ ഒരു സാഹചര്യം, ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര റോങ് ആയിപ്പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അഖിൽമാരാര് വീടുകൾ വെച്ച് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? വയനാട്ടിലുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ. എന്നിട്ട് അങ്ങോട്ടെത്തേണ്ട സഹായങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും ഇയാൾക്ക് സഹായിക്കണം എന്നില്ലേ? അപ്പോൾ വെറും പബ്ലിസിറ്റി മാത്രമാണോ ഈ വീട് വെച്ച് കൊടുക്കുന്നതിൽ നിന്ന് പുള്ളി ഉദ്ദേശിക്കുന്നത്? എൻ്റെ കാര്യം പറയാം, നമ്മൾ അത്ര വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത, അത്ര വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാത്തൊരു ഫാമിലിയാണ്. എന്നാലും നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് ഈ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയില്ല നേരിട്ട് എങ്ങനെ സഹായിക്കണം, ആരെ സഹായിക്കണം, ആർക്ക് കൊടുക്കണം, കൊടുക്കുമ്പോൾ എന്ത് ക്രൈറ്റീരിയ ആണ് നോക്കേണ്ടത്, എങ്ങനെ കൊടുക്കുന്നവരെ തിരഞ്ഞെടുക്കണം, ഒന്നും അറിയില്ല. സോ എന്നെപ്പോലുള്ളവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് ആശ്രയിക്കാൻ പറ്റിയൊരു മാർഗം. അപ്പോൾ ആ സഹായം എല്ലാവരിലേക്കും ഒരുപോലെ എത്തുമെന്നാണ് മനസ്സിലാവുന്നത്. അപ്പം നമ്മളെപ്പോലുള്ളവർ സുതാര്യമെന്ന് കരുതുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്നവരെ പിന്തിരിപ്പിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. ഇയാൾ വീടുകൾ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു. അയാൾ ആ 3 പേരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? എന്ത് ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഖിലിൻ്റെ രീതിയിൽ പറയാമല്ലോ, ആ 3 പേരെ ഇയാൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടാവും എന്ന് പറയാമല്ലോ. അല്ലെങ്കിൽ അയാൾ പ്രത്യേകം ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കായിരിക്കും അയാൾ കൊടുക്കുന്നതെന്ന് പറയാമല്ലോ. ഇനി ഇയാളെ പോലുള്ള അല്പന്മാർ വീട് വെച്ച് കൊടുത്തിട്ട് ജീവിതാവസാനം വരെ ഇയാളോടൊരു കടപ്പാടുമായിട്ട് ആ വീട്ടുകാർ നിൽക്കണോ? മറിച്ച് ഗവൺമെൻറ്റിലൂടെ അത് ലഭിക്കുമ്പോൾ അത് അവരുടെ അവകാശമായിട്ടാണ് അവർക്ക് ലഭിക്കുന്നത്, അല്ലാതെ ഔദാര്യമായിട്ടല്ല. അതല്ല നല്ലത്. ഇന്നലെ
ഇന്നലെ റിപ്പോർട്ടർ ചാനൽ കണ്ടപ്പോൾ ഒരു കാര്യം ഞാനിപ്പോൾ ഓർത്തു. ഇന്നലെ മിസ്റ്റർ അരുൺ ക്യാമ്പ് സന്ദർശിച്ച് നടന്നുകൊണ്ട് ഓരോരുത്തരോടും സംസാരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ടിംഗ് ചെയ്യുകയായിരുന്നു. അതിനിടയിൽ ഒരു അമ്മയോട് അരുൺ സംസാരിക്കുമ്പോൾ ആ അമ്മ കരഞ്ഞുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്നുള്ള രീതിയിൽ ക്യാമറയിൽ നോക്കി പറഞ്ഞു. അത് കേട്ട് അരുൺ പറഞ്ഞത് ഇങ്ങനെയാണ്: അമ്മ ഇത് കരഞ്ഞുകൊണ്ട് പറയേണ്ട കാര്യമല്ല, ഇത് അമ്മയുടെ അവകാശമാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ? ആ നാടിന് കിട്ടേണ്ട സഹായം അത് അവരുടെ അവകാശമല്ലേ? അല്ലാതെ അത് അവർക്ക് അല്പന്മാരായിട്ടുള്ളവരുടെ അടുത്ത് നിന്ന് ഔദാര്യമായിട്ട് കിട്ടേണ്ട ഒരു കാര്യമല്ലല്ലോ. ഒരുപാട് മാധ്യമങ്ങളും സ്ഥാപനങ്ങളും വ്യക്തികളും ഒക്കെ സഹായമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. മാധ്യമങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് പറയുന്നത്. കൂടുതൽ എന്തിനു പറയണം, പ്രതിപക്ഷ നേതാക്കൾ വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ വയനാടിന് വേണ്ടി സഹായം നൽകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇതൊരു പഞ്ചായത്തിൽ നിന്ന് പശുവിനെ കൊടുത്ത കാര്യമോ അല്ലെങ്കിൽ തൊഴുത്തുണ്ടാക്കിയ കാര്യമൊന്നുമല്ല. ഇതൊരു ചെറിയ സിറ്റുവേഷൻ അല്ലെന്നും സന്ദർഭം എന്താണെന്നും മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് ഒരു സിംഗിൾ വിൻഡോയിലൂടെ സഹായം എത്തിയാൽ അത് എല്ലാവരിലേക്കും ഒരുപോലെ എത്തിച്ചേരും. നമ്മളെല്ലാവരും ഇൻഡിവിജ്വലായിട്ട് സഹായം എത്തിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 10 രൂപ മുതൽ 100ഉം 1000ഉം 10,000 ലക്ഷങ്ങൾ വരെ നൽകാൻ സാധിക്കുന്നവരുണ്ട്. നമ്മളെല്ലാവരും ഇതിനായിട്ട് വയനാട്ടിൽ പോകണം എന്നാണോ? അങ്ങോട്ട് പോകാൻ വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്ന ഇന്ധനത്തിൻ്റെ പൈസ കൂടി നമ്മൾ ഇവരെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. നമ്മളെങ്ങനെ പോയി ഇൻഡിവിജ്വലായിട്ട് അവിടെ പോയി എങ്ങനെ സഹായിക്കും? നമ്മുടെ കയ്യിലുള്ള ചെറിയ സഹായമായിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആരെ സഹായിക്കും? അങ്ങനെ നമ്മളൊരാളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ തന്നെ ആർക്കാണ് അത്യാവശ്യമെന്നോ അവർ അർഹതപ്പെട്ടവരാണോ എന്നെല്ലാം നമ്മൾ എങ്ങനെ അറിയും? വളരെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും വയനാടിനെ സഹായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ പറ്റിയൊരു മാർഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തന്നെയാണ്. അതല്ലാതെ വലിയ സെറ്റപ്പ് ഉള്ളവർ, അഖിൽമാരാരെ പോലുള്ളവരോ അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ നേരിട്ട് പോയി ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും. അവർ ചെയ്തോട്ടെ. പക്ഷേ ഈ സാധാരണക്കാർ ഹെൽപ്പ് ചെയ്യാൻ വരുന്നവർ, അവരെ കൊണ്ടാവുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്നവരെ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ല. സർക്കാർ ഒരു ടൗൺഷിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് റോഡ്, പാലം, ഹോസ്പിറ്റൽ, സ്കൂൾ ഇതെല്ലാം വേണ്ടി വരും. ഇതെല്ലാം ഒറ്റ സോഴ്സിൽ നിന്ന് തന്നെ ഏകോപിപ്പിച്ച് ചെയ്യാൻ സാധിച്ചാൽ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായിപ്പോയ ആ ഒരു ആവാസ വ്യവസ്ഥ മാക്സിമം നല്ല രീതിയിൽ തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയേക്കും. അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ സമൂഹത്തിന് അത് വലിയൊരു മാറ്റം കൊണ്ടുവരും. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയും വലിയൊരു കാര്യം ചെയ്ത് നമുക്കൊരു മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അത്രയും വലിയൊരു കാര്യത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന സർക്കാർ സംവിധാനത്തിന് മുഴുവൻ എതിരായിട്ട് നിൽക്കുകയല്ല വേണ്ടത്. അതിനൊപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ നമ്മളും സഹായിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ഈ ദുരന്തം ഫേസ് ചെയ്തവർക്ക് അവരുടെ അവകാശം എന്ന രീതിയിൽ തന്നെ സഹായം അവരിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയൊക്കെ എന്തെങ്കിലുമൊക്കെ യൂട്യൂബിലൊക്കെ വന്ന് പറയുന്നത് കേട്ടിട്ട് സഹായിക്കാൻ മനസ്സോടുകൂടി നിൽക്കുന്നവർ പുറകോട്ട് പോകരുത്. ഇങ്ങനെ ഒരു ദുരന്തമൊക്കെ നമ്മുടെ ലൈഫിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോൾ ഈ അവസരത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വയനാടിനെ സഹായിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും സഹായിക്കാൻ മനസ്സുള്ളവരെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണാം. താങ്ക് യു.